പോരാട്ടത്തിൻ്റെ ഇസ്ലാമിക മാനങ്ങൾ. ചിന്താവിഷയം ഷമീർ ബാബു കൊടുവള്ളി. ഓരോ വിശ്വാസിക്കൊപ്പവും നിലകൊള്ളുന്ന ഉറച്ച ഉടമ്പടിയാണ് ദൈവിക മാർഗത്തിലുള്ള പോരാട്ടം. സയ്യിദ് ഖുതുബ്. ഇസ്ലാമിൻ്റെ നിർണായകമായ ആശയമാണ് ദൈവിക മാർഗത്തിലുള്ള പോരാട്ടം. പോരാട്ടമില്ലാതെ ഇസ്ലാമില്ല. ഇസ്ലാമിനെ ഊർജ്ജസ്വലമാക്കുന്നതും രചനാത്മകമാക്കുന്നതും പോരാട്ടമത്രേ. ആരാധനകൾക്കൊപ്പമാണ് അതിൻ്റെ സ്ഥാനം. തിരുചര്യ പറയുന്നു, ഇസ്ലാമിൻ്റെ കേന്ദ്രം സമർപ്പണമാണ്, അതിൻ്റെ സ്തംഭം നമസ്കാരവും, ഉയർന്ന തലമാകട്ടെ ദൈവമാർഗത്തിലെ പോരാട്ടവും. ഇബ്നു മാജ. ദൈവദാസന്മാരുടെ സ്വഭാവമായാണ് വിശുദ്ധ വേദം പോരാട്ടത്തെ പരിചയപ്പെടുത്തുന്നത്. നിശ്ചയം ദൈവത്തിലും ദൂതനിലും വിശ്വസിക്കുകയും അക്കാര്യത്തിൽ സംശയിക്കാതിരിക്കുകയും ധനം കൊണ്ടും ശരീരം കൊണ്ടും ദൈവമാർഗത്തിൽ പോരാട്ടം നടത്തുകയും ചെയ്തവർ മാത്രമാണ് വിശ്വാസികൾ. സത്യസന്ധരും അവർ തന്നെ. അൽ ഹുജറാത്ത് 15. ഇസ്ലാമിൻ്റെ ഉയർച്ചയ്ക്ക് വിശ്വാസി നടത്തുന്ന ഏതൊരു ശ്രമവും പോരാട്ടത്തിൻ്റെ നിർവചനത്തിൽ വരും. അലസമായ കർമ്മമല്ല അത്. ആത്മാവും പ്രജ്ഞയും ശരീരവും എല്ലാം ചേർന്ന ഉദ്യമമാണത്. പോരാട്ടത്തിൻ്റെ ലക്ഷ്യമാകട്ടെ അള്ളാഹുവല്ലാതെ മറ്റൊരു ഇലാഹയില്ല, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു എന്ന ആദർശ വചനത്തെ ഉയർത്തിപ്പിടിക്കുക എന്നതും. ദൈവവചനം ഉന്നതമാകാൻ പൊരുതുന്നതാരാണോ അവൻ മാത്രമാണ് ദൈവിക മാർഗത്തിലെ പോരാളി എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പോരാട്ടത്തിന് ഇസ്ലാം നൽകിയ സാങ്കേതിക ശബ്ദമാണ് ജിഹാദ്. ജഹദിൽ നിന്നാണ് അത് നിഷ്പന്നമായിരിക്കുന്നത്. ത്യാഗം, പ്രയത്നം, അധ്വാനം, ഉദ്യമം, ശ്രമം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിലെ പോരാട്ട സങ്കല്പം. അതിനെ കേവലം യുദ്ധത്തിലേക്ക് പരിമിതപ്പെടുത്തിയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്ലാം വാളിൻ്റെ മതമാണെന്ന തെറ്റായ ആഖ്യാനം അങ്ങനെയാണ് രൂപപ്പെട്ടത്. ഇസ്ലാമിലെ പോരാട്ടം യുദ്ധം മാത്രമല്ല, പോരാട്ടത്തിൻ്റെ ഒരു മുഖം മാത്രമാണ് യുദ്ധം. അതും അനിവാര്യ സാഹചര്യത്തിൽ വ്യവസ്ഥാപിത ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിൽ മാത്രമേ പാടുള്ളൂ. പല അടരുകളുള്ള ഒന്നാണ് പോരാട്ടം. ആത്മപോരാട്ടം, വൈജ്ഞാനിക പോരാട്ടം, സാമൂഹിക പോരാട്ടം എന്നിവ പോരാട്ടങ്ങളുടെ കൂട്ടത്തിൽ ഏറെ മുൻഗണന അർഹിക്കുന്നു. ആത്മപോരാട്ടം എന്നാൽ ഉള്ളകത്തിൻ്റെ വിശുദ്ധി നിലനിർത്താനുള്ള യത്നങ്ങളിൽ മുഴുകുക എന്നാണ്. ധ്യാനപൂർണമായ ത്യാഗങ്ങളെ അനിവാര്യമാക്കുന്ന ഒന്നാണത്. ഹൃദയത്തിൻ്റെ പൂർണ്ണ സംസ്കരണമാണ് അതിൻ്റെ ലക്ഷ്യം. ആത്മതലത്തിലുള്ള പോരാട്ടത്തെ ജ്ഞാനികൾ വിളിക്കുക മുജാഹദത്ത് എന്നാണ്. ബാഹ്യവും ആന്തരികവുമായ തിന്മകൾക്ക് നടുവിലാണ് മനുഷ്യജീവിതം. അവയെ മറികടന്ന് ദൈവിക പന്ഥാവിൽ ചരിക്കാൻ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് സാധ്യമാവൂ. വിണ്ണിൻ്റെയും മണ്ണിൻ്റെയും സ്പർശമുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. വിണ്ണെപ്പോഴും അവനെ തന്നിലേക്ക് ഉയർത്താനും മണ്ണെപ്പോഴും തന്നിലേക്ക് താഴ്ത്താനും ശ്രമിക്കുന്നു. പോരാട്ടങ്ങളിൽ ഏറ്റവും കഠിനമായത് ഇച്ഛയോടുള്ള പോരാട്ടമാണെന്ന് അബുൽ അത്താഹിയ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നന്മകളിൽ ജീവിതത്തെ ഉറപ്പിക്കാൻ ചില ആത്മീയ വഴികൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സത്യസാക്ഷി വചനത്തെ നിരന്തരം ധ്യാനിക്കുക എന്നതാണ് അവയിൽ ഏറ്റവും പ്രധാനം. വേദത്തിൻ്റെയും തിരുചര്യയുടെയും പാരായണം, നമസ്കാരം, നോമ്പ്, ദാനധർമ്മം, തീർത്ഥാടനം, പ്രാർത്ഥന എന്നിവയാണ് മറ്റുള്ളവ. ത്യാഗബോധമുള്ളവർക്ക് ആരാധനകൾ യഥാവിധം നിർവഹിക്കാനാവുകയുള്ളൂ. സംയമനത്തിലൂടെയും നമസ്കാരത്തിലൂടെയും നിങ്ങൾ ദിവ്യസഹായം തേടുക. ഭക്തർക്കൊഴികെ നമസ്കാരം വലിയ ഭാരമാകുന്നു. സൂറ അൽ ബഖറ 45. ജ്ഞാനപോരാട്ടം. ഇസ്ലാം വിജ്ഞാനമാണ്. അതിൻ്റെ വേരും കാണ്ഡവും ഇലയും ശിഖരവുമൊക്കെ വിജ്ഞാനത്തെ പ്രസരിപ്പിക്കുന്നു. വിജ്ഞാനത്തിൻ്റെ ഇസ്ലാമിക തലങ്ങൾ വിസ്മയാവഹമാണ്. ധിഷണയെ ത്രസിപ്പിച്ച് ദൈവത്തിൻ്റെ സവിധത്തിലേക്ക് അവ മുസ്ലിമിനെ കൈപിടിക്കുന്നു. വിജ്ഞാനത്തെ കുറിക്കുന്ന ഇൽമെന്ന പദം അനേകം തവണയാണ് വിശുദ്ധ വേദത്തിലും തിരുചര്യയിലും വന്നിട്ടുള്ളത്. ദൈവനാമത്തിൽ വായന അനുശീലിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു വേദത്തിൻ്റെ അവതരണം. പേനയെ ആണയിട്ട് പറഞ്ഞാണ് വേദത്തിൻ്റെ രണ്ടാമത്തെ അവതരണം. ദൈവിക നിയമങ്ങളിൽ ഉൾക്കാഴ്ചയുള്ള ജ്ഞാനിയുടെ മരണം സാധാരണ വ്യക്തികളുടെ മരണത്തെക്കാൾ ഗൗരവതരമാണെന്ന് ഇമാം ഗസാലി എഴുതിയിട്ടുണ്ട്. കേവലവും പ്രാഥമികവുമായ വിജ്ഞാനങ്ങൾ ആർജിച്ചിരിക്കണം. ഓരോ മുസ്ലിമും വിജ്ഞാനം തേടൽ നിർബന്ധമാണെന്ന തത്വം ദൃഢപ്പെടുന്നത് അങ്ങനെയാണ്. വിശ്വാസം, ആരാധന, കർമ്മം, ഇടപാട്, അനുവദനീയ നിഷിദ്ധ കാര്യങ്ങൾ തുടങ്ങിയവയിൽ സാമാന്യമായ ജ്ഞാനമുണ്ടാകുമ്പോഴേ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ജീവിതം നയിക്കാനാവുകയുള്ളൂ. എന്നാൽ വിജ്ഞാനത്തെ കേവലവും പ്രാഥമികവുമായ തലത്തിൽ പരിമിതപ്പെടുത്താതെ അതിനെ ചിന്താസബരിയായി വികസിപ്പിച്ചു എന്നതാണ് ഇസ്ലാമിൻ്റെ മേന്മ.
ഇജ്തിഹാദ് എന്ന പ്രയോഗം അതാണ് അടയാളപ്പെടുത്തുന്നത്. വേദത്തിൻ്റെയും തിരുചര്യയുടെയും പ്രതലത്തിൽ ഊന്നിയുള്ള ന്യായാധികരണമാണ് അത്. വൈജ്ഞാനിക ഗവേഷണമാണ് ഇജ്തിഹാദ്. കാലത്തിനനുസൃതമായി ഇസ്ലാമിൻ്റെ ഔന്നത്യം നിലനിർത്താൻ സാധിക്കുന്നത് അതുവഴിയാണ്. സാമൂഹിക പോരാട്ടം. നിരന്തര സാമൂഹിക പോരാട്ടത്തിൽ ഏർപ്പെടണമെന്നാണ് ഇസ്ലാമിൻ്റെ ആഹ്വാനം. ബുദ്ധി, ചിന്ത, ശരീരം, സമയം, കഴിവ്, ധനം തുടങ്ങിയ പോരാട്ടത്തിനാവശ്യമായ മുഴുവൻ സന്നാഹങ്ങളും ഒരുക്കൂട്ടുകയും വേണം. മുസ്ലിം സമുദായത്തിൻ്റെ നിയോഗ ഉദ്ദേശം ജനക്ഷേമവും ധാർമ്മികമായ ഉയർച്ചയുമാണ്. മനുഷ്യർക്ക് വേണ്ടി ഉയരെടുത്ത ഉത്തമ സമുദായമാണ് നിങ്ങൾ. നിങ്ങൾ ധർമ്മം കൽപ്പിക്കുന്നു, അധർമ്മം വിലക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു. സൂറ ആൽ ഇംറാൻ 110. സാമൂഹിക പോരാട്ടത്തിൽ ഉൾപ്പെടുന്നതിന് 3 അടരുകളുണ്ട്. 1. ഇസ്ലാമിക താൽപ്പര്യങ്ങളുടെ സംരക്ഷണം. ദൈവിക വചനത്തിൻ്റെ ഉന്നതിക്ക് ആവശ്യമായ കർമ്മങ്ങൾ ആവിഷ്കരിക്കലാണത്. ഇസ്ലാമിൻ്റെ പ്രചാരണം, ആരാധനകൾക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കൽ, ധർമ്മത്തിൻ്റെ സംസ്ഥാപനം തുടങ്ങിയവ ദൈവിക വചനത്തിൻ്റെ ഉന്നമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2. ജനക്ഷേമ താൽപ്പര്യങ്ങളുടെ സംരക്ഷണം. സമൂഹത്തിൻ്റെ ഐശ്വര്യത്തിന് ആവശ്യമായ കർമ്മങ്ങൾ ആവിഷ്കരിക്കലാണത്. ഓരോ ജീവനും വിലയും മൂല്യവുമുണ്ട്. അവ ഹനിക്കപ്പെടാവതല്ല. ജനങ്ങളുടെ സ്വത്ത്, അഭിമാനം, സ്വാതന്ത്ര്യം, അവകാശങ്ങൾ എന്നിവയും സംരക്ഷിക്കപ്പെടണം. 3. നിലനിൽക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള സമരം. ഉച്ചനീചത്വം, സുഖലോലുപത, ഭൗതികാസക്തി, അധികാര ജീർണത, സ്വവർഗ ലൈംഗികത, പലിശ, വ്യഭിചാരം, മോഷണം, അഴിമതി, കൊള്ള, യുദ്ധം, അമിതാധികാരം തുടങ്ങി തിന്മകളേറെയാണ്. ഇവയെ സാധ്യമായ വിധത്തിൽ ചെറുത്ത് പരാജയപ്പെടുത്തൽ സാമൂഹിക പോരാട്ടത്തിൻ്റെ ഭാഗമാണ്.